ശൈവ വൈഷ്ണവ വിശ്വാസത്തിൻ്റെയും ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെയും സമ്മേളനം ഹൈന്ദവ ക്ഷേത്രമായി നിൽക്കുമ്പോഴും ഇന്ത്യ എന്ന ആശയത്തെ, മതേതരമെന്ന മഹത്വത്തെ മനുഷ്യൻ്റെ മനസ്സിൽ മല പോലെ പ്രതിഷ്ഠിച്ച പ്രതീകം ശബരിമല. നവോത്ഥാന കേരളത്തിൻ്റെ ആത്മീയ തുടർച്ചയുടെ ഘനീഭവിച്ച സാന്നിധ്യം. അവിടുത്തെ വിശ്വാസത്തെയും വികസനത്തെയും സതുദ്ദേശത്തോടെ സമഭാവനയോടെ സമീപിച്ച സർക്കാരും ആഗോള അയ്യപ്പ സംഗമവും. പലതും പറഞ്ഞ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു ചിലർ. കോടതി വരെ വ്യവഹാരം വ്യാപിപ്പിച്ചു. പക്ഷേ എല്ലാം പൊളിഞ്ഞു വീണു. ആഗോള അയ്യപ്പ സംഗമം യശസ്സിൻ്റെ കൊടി ഉയർത്തി ശബരിമല വികസനം മുമ്പോട്ട് വെച്ചു. പിന്നെ പന്തളത്ത് സംഘപരിവാർ നടത്തിയ സംഗമത്തിൽ എല്ലാം തെളിയുകയായിരുന്നു. അയ്യപ്പ ഭക്തിയുടെ ഭാഗമായ വാവർ സ്വാമിയെ അടക്കം തള്ളിപ്പറഞ്ഞു. അതായത് അയ്യപ്പന്മാർ തുടരുന്ന ആചാരത്തെയാണ് സംഘപരിവാർ ആക്രമിച്ചത്. പിന്നെ പറയാൻ കൊള്ളാത്ത വർഗീയ വിഷവും. ഭക്തിയും വിശ്വാസികൾക്കൊപ്പവും വികസനവുമായി സർക്കാർ, വർഗീയതയും ആചാരലംഘനങ്ങളുമായി സംഘപരിവാർ. മതേതര കേരളത്തിൻ്റെ മിന്നുന്ന മഹത്വങ്ങൾ സ്വാഭാവികമായും പിന്തുണയ്ക്കേണ്ടത് ആരെ എന്നതിൽ ഒരു സംശയവും വേണ്ട. NSSും SNDPയും KPMSും KDFും ഒക്കെ സർക്കാരിനെ പിന്തുണച്ചതിൽ ജാള്യരാകുന്നത് ആരൊക്കെയാണ്? ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ അലയൊലികൾ മാനം മുട്ട ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ധർമാധർമ്മങ്ങളെ വേർതിരിച്ച് നൽകിക്കൊണ്ടേയിരിക്കുന്നു.